SSLC പബ്ലിക് എക്സാം അവസാനിച്ചു. നിങ്ങൾ കുറേ കാലം കുറച്ച് ടെൻഷനും സമ്മർദ്ദവും പേടിയും ഒക്കെ സഹിച്ച ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് നിങ്ങളൊന്ന് റിലാക്സായി. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് മക്കളെ? നിങ്ങൾ കുറച്ചൊന്ന് കൂളായിട്ടിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ചിലപ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാം, ഇഷ്ടമുള്ള ആളുകളുമായി സംസാരിക്കുക. ഒന്ന് കൂളായിട്ടിരിക്കുക. കാരണം April 16 ഡേറ്റിലാണ് നിങ്ങളുടെ വാല്യുവേഷൻ നടക്കുക. May 1st വീക്കോ May 2nd വീക്കോ ഒക്കെ ആയിരിക്കും മിക്കവാറും റിസൾട്ട് വരിക. അപ്പോൾ ഈ ഒരു 10 ദിവസം, ഇനിയുള്ള ഒരു 10 ദിവസം നിങ്ങൾ കൂളായിട്ടിരുന്നിട്ട് ഒന്ന് മനസ്സിനൊക്കെ ഒന്ന് ശാന്തമാക്കിയിട്ട്, നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും അടങ്ങുന്ന ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അല്ലേ? അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് ഹാപ്പി ആയിട്ടിരിക്കുക. വേണമെങ്കിൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള മൂവിക്ക് പോകാം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, അടുത്തുള്ള ആളുകൾ സംസാരിക്കാം. അതൊക്കെ ചെയ്ത് മൈൻഡ് ഒന്ന് കൂളാക്കിയിരിക്കുക. ഇനി ഞാൻ ചില കാര്യങ്ങൾ പറയാം. വെൽക്കം ടു നാഫി ദി എഡ്യൂക്കേറ്റർ. ഇറ്റ്സ് മീ നാഫി. അപ്പോൾ നിങ്ങൾ പബ്ലിക് എക്സാമിന് മൊത്തത്തിൽ റിവ്യൂ നോക്കുകയാണെങ്കിൽ, കുട്ടികൾ പറയുന്നതനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കെമിസ്ട്രി, സോഷ്യൽ സയൻസ് ഒക്കെ അത്യാവശ്യം നല്ല ടഫായിരുന്നു. ഹിന്ദി കുറച്ച് സിമ്പിളായിരുന്നു. വെയിറ്റേജ് അനുസരിച്ചല്ല ഹിന്ദിയും മലയാള സെക്കൻഡും ചോദിച്ചത്. അങ്ങനെ മൊത്തത്തിൽ അപ്പം ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുമെന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. നിങ്ങൾക്ക് ഏതൊക്കെ എക്സാംസ് ആയിരുന്നു ഈസി, ഏതൊക്കെ എക്സാംസ് ആയിരുന്നു ടഫ്, ഏതൊക്കെ എക്സാംസ് ആയിരുന്നു ആവറേജ്, ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്ര A+ കിട്ടുന്ന പ്രതീക്ഷയുണ്ട്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. മക്കളെ, SSLC പബ്ലിക് എക്സാം മാർച്ചിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് ചില കാര്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ഈ ഒരു ആൻസേഴ്സ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യും. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് അറിയായിരുന്നു മാർച്ചിൽ എക്സാം നടക്കുന്നു, പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ് എന്നും പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആദ്യം അറിയായിരുന്നു. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ സത്യസന്ധമായിട്ട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞേ, നിങ്ങൾ എന്ന് മുതൽ അവിടെ പഠിക്കാൻ തുടങ്ങിയത് ഒന്ന് പറഞ്ഞേ. ചില ആളുകളൊക്കെ തുടക്കം മുതലേ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചില ആളുകൾ ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചില ആളുകൾ ഫെബ്രുവരി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ന് മുതലാണോ പഠിക്കാൻ തുടങ്ങിയത്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ചില എക്സാംസ് വളരെ ടഫായിട്ടുണ്ട്. അപ്പോൾ ഞാനൊക്കെ ഭയങ്കരമായിട്ട് കമൻറ്റ് ബോക്സിൽ കുട്ടികൾ പറയുന്നുണ്ട്, സാറേ സോഷ്യൽ സയൻസ് എക്സാം ടഫായിരുന്നു, ഭയങ്കര പാടായിരുന്നു. ചില കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, സോഷ്യൽ സയൻസ് എക്സാം വളരെ ഈസി ആയിരുന്നു, വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, കുറേ ആൾക്കാർ ടഫാന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്ത് ഈസി ആയത്? ഞങ്ങൾ തുടക്കം മുതലേ പഠിച്ചിരുന്നു സാറേ. അപ്പോൾ SSLCയിൽ നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നില്ല, ചില ആളുകൾ ചെയ്ത വലിയൊരു മിസ്റ്റേക്കാണ് എന്ത്, തുടക്കം മുതലേ പഠിച്ചില്ല. രണ്ടാമത് ചെയ്ത വലിയൊരു മിസ്റ്റേക്കാണ് എന്ത്, ടെക്സ്റ്റ് ബുക്ക് മൊത്തമായിട്ട് വായിച്ചു നോക്കിയില്ല. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചോദ്യം ചോദിക്കാമായിരുന്നു. ടെക്സ്റ്റ് ബുക്ക് മൊത്തം വായിക്കാത്തതും, അതേപോലെ നിങ്ങൾ തുടക്കം മുതലേ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാത്തതും, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാത്തതും നിങ്ങൾ 10ാം ക്ലാസ് ചെയ്ത ഒരു മിസ്റ്റേക്കാണ്. ഇതൊരു മിസ്റ്റേക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എതിരഭിപ്രായങ്ങളുണ്ടാവാം, ഞാൻ പറഞ്ഞ് തെറ്റാന്ന് തോന്നുന്നുണ്ടാവാം. നിങ്ങൾക്ക് എന്ത് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഇത് അനുകൂലിച്ചും പ്രതികൂലിച്ചും നിങ്ങൾക്ക് വാദങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സും ടൈപ്പ് ചെയ്യാം. അപ്പോൾ മക്കളെ, ഈ ഒരു മിസ്റ്റേക്ക് തന്നെയായിരുന്നു. ഇത് നിങ്ങൾ ചെയ്തുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിൽ ചിലതൊക്കെ ടഫായി. അപ്പോൾ നിങ്ങൾ പറയും, സാറേ ഞാൻ കഷ്ടപ്പെട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചിരുന്നു, എല്ലാം ചെയ്തിരുന്നു, എന്നിട്ടും എനിക്ക് എക്സാം ടഫായി എന്ന് പറയുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, പഠിച്ചാൽ മാത്രം പോരാ, പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരുന്നു നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കുക. ഇനി ഞാൻ വേറെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാകുന്ന ചില കാര്യങ്ങളെ പറയാൻ പോകുന്നത്. നിങ്ങളുടെ 10ാം ക്ലാസ് അവസാനിച്ചില്ല, നിങ്ങൾ ഇനി ഹൈസ്കൂൾ എന്ന കാറ്റഗറിയിൽ നിന്ന് ഹയർ സെക്കൻഡറി എന്ന കാറ്റഗറിയിലേക്ക് പോകാൻ പോവാണ്. നിങ്ങൾ നീണ്ട 10 കൊല്ലം സ്കൂളിൽ പഠിച്ചതിൽ നിന്ന് ഇനി പുതിയൊരു സ്കൂൾ, നിങ്ങൾ +1 +2 തീർത്തും പുതിയൊരു സ്കൂളിൽ പുതിയ ഫ്രണ്ട്സിൻ്റെ കൂടെ, നിങ്ങൾക്ക് അറിയാത്ത ആളുകളുടെ കൂടെ, ചിലപ്പോൾ ആദ്യമായി കാണുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ ചിലവഴിക്കാൻ പോകുന്ന നിമിഷങ്ങളാണ് അല്ലേ? 10ാം ക്ലാസ്സിൽ നിങ്ങൾ ഒരുമിച്ച് പബ്സ് കഴിക്കാൻ പോയിട്ടുണ്ടാവാം, ലൈം കുടിക്കാൻ പോയിട്ടുണ്ടാവാം, കട്ട്ലേറ്റ് കഴിക്കാൻ പോയിട്ടുണ്ടാവാം, ചിലപ്പോൾ സിനിമക്കോ ഫണ്ടും ടൂറൊക്കെ ആയിട്ട് ഒരു പിടി നല്ല മൊമെൻറ്റ്സ് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ആ മൊമെൻറ്റ്സ് ഒക്കെ ഈ 10ാം ക്ലാസ്സോടുകൂടി അവസാനിച്ചു. എൻ്റെ 10ാം ക്ലാസ് ഇറങ്ങി ആ 10ാം ക്ലാസ്സിലെ ടൂറൊക്കെ ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഏകദേശം 15 കൊല്ലത്തോളമായി. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ 10ാം ക്ലാസ്സിൻ്റെ ടൂറിൻ്റെ ഓർമ്മ, മൈസൂർ പോയ കാഴ്ചകളുടെ ഓർമ്മ, കുടകിൽ പോയ ആ ട്രക്കിങ്ങിൻ്റെ ഓർമ്മ, കുടകിലെ റിവർ റാഫ്റ്റിങ്ങിൻ്റെ ഒക്കെ ഓർമ്മ ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ആ 10ാം ക്ലാസ് അത്ര അടിപൊളിയായതുകൊണ്ടല്ലേ. ഇതേപോലെ നിങ്ങൾക്ക് എന്തുണ്ടാകും, നല്ല നല്ല ഓർമ്മകൾ, നല്ല നല്ല ആഗ്രഹങ്ങൾ, നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പിടി ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ലേ? സോ അതൊക്കെ നിങ്ങൾക്ക് അവസാനിക്കാൻ പോവാണ്. തീർത്തും പുതിയൊരു സമയത്തേക്ക്, പുതിയൊരു ഇതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, +2 കിടക്കുകയാണ്. സോ +1 +2 നിങ്ങൾക്ക് പുതിയ ഫ്രണ്ട്സ് ആയിരിക്കും, പുതിയ സ്കൂളായിരിക്കും, എല്ലാം ആയിരിക്കും. അപ്പം പുതിയ ഫ്രണ്ട്സിനെ ലൈഫിൽ ചേർത്ത് പിടിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, അവരുമായിട്ട് നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് എങ്ങനെ എൻജോയ് ചെയ്തു, അതേപോലെ +1 +2 നിങ്ങൾ എന്ത് ചെയ്യുക, എൻജോയ് ചെയ്യുക. ഇനി മക്കളെ, എനിക്ക് നിങ്ങളോട് കുറച്ച് ഉപദേശങ്ങൾ തരാനാണ്. ഒന്നാമത്തത്, നിങ്ങൾക്കറിയാം +1 +2 നിങ്ങൾക്ക് 10ാം ക്ലാസ്സിനേക്കാൾ 3 ഇരട്ടി പഠിക്കാനുണ്ട്. നിങ്ങൾ ഏത് സ്ട്രീം എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിലും, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, നിങ്ങൾ ഏത് സ്ട്രീമാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും, നിങ്ങൾ ഏത് സ്ട്രീം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് അവിടെ എന്തുണ്ട്, ഒരുപാട് 3 ഇരട്ടിയോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ആ 3 ഇരട്ടിയോളം കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെ പഠിക്കാനുണ്ട്, നിങ്ങൾക്ക് +1 ഏത് സ്ട്രീം എടുക്കാൻ പഠിക്കാനുണ്ട്. ആ കാര്യങ്ങൾ
വൃത്തിയായി സെറ്റായി ഓക്കെ ആയിട്ട് പഠിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു മികച്ച റിസൾട്ട് +1 നേടാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളോട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും സാർ റിസൾട്ട് വന്നിട്ട് തീരുമാനിച്ചാൽ പോരെ, +1 സയൻസ് എടുക്കണോ, +1 കൊമേഴ്സ് എടുക്കണോ, +1 ഹ്യൂമാനിറ്റീസ് എടുക്കണോ, മതി റിസൾട്ട് വന്നിട്ട് തീരുമാനിച്ചാൽ മതി. പക്ഷേ നിങ്ങൾ ചില ആളുകളെങ്കിലും +1 ഏതെടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് +1 ഏത് സ്ട്രീം എടുക്കാൻ തീരുമാനിച്ച ആളാണ്, നിങ്ങൾക്ക് +1 തുടക്കം മുതലേ പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ, ഞാൻ ചില കാര്യങ്ങൾ സെറ്റാക്കി തരാം. പിന്നെ മക്കളെ, എനിക്ക് നിങ്ങളോട് അവസാനമായിട്ട് പറയുന്നത്, ഇതെൻ്റെ ഒരു കൂട്ടം ആളുകൾക്കുള്ള എൻ്റെ ഒരു ഫെയർവെൽ സ്പീച്ചാണ്. അതായത് നിങ്ങൾ +1 സയൻസ് എടുക്കുകയാണെങ്കിലും +1 കൊമേഴ്സ് എടുക്കുകയാണെങ്കിലും, +1 സയൻസും കൊമേഴ്സും എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് എൻ്റെ ക്ലാസ് ഒരിക്കലും എനിക്ക് കിട്ടാൻ പോകുന്നില്ല. +1 നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുക്കുകയാണെങ്കിൽ മാത്രമേ, അതന്നെ ഹിസ്റ്ററി ഉള്ള സ്ട്രീം എടുക്കുകയാണെങ്കിൽ മാത്രമേ +1 +2 നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് കിട്ടുള്ളൂ. അപ്പോൾ +1 +2 നിങ്ങൾ കൊമേഴ്സോ സയൻസോ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഞാനൊരു താങ്ക്സ് പറയുകയാണ്. ഞാൻ എൻ്റെ അവസാനത്തെ ലൈവായിരിക്കും നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ലൈവായിട്ട് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ 10ാം ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ എടുത്ത ചില ചാപ്റ്റേഴ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങൾ പറയും നാഫി സാർ ഭയങ്കര സ്പീഡായിരുന്നു, നാഫി സാറിൻ്റെ ചില കാര്യങ്ങളൊന്നും മനസ്സിലായില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ മക്കളെ റിയലി സോറി. മനുഷ്യനാടാ, മിസ്റ്റേക്കുകൾ വന്നു പോകാം, തെറ്റുകൾ വന്നുപോയ തെറ്റുകൾക്ക് ഞാൻ റിയലി സോറി പറയാണ്. മനുഷ്യനാണ്, മനുഷ്യ സഹജമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് പോയ തെറ്റുകളാണ്. ഞാൻ 100% കമ്മിറ്റ്മെൻറ്റും 100% എഫേർട്ടും എൻ്റെ 100% ഇട്ടുകൊണ്ട് ഞാൻ നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എന്തോ ചില ഭാഗത്തൊക്കെ ചില മിസ്റ്റേക്കുകൾ വന്നു പോയിട്ടുണ്ട്. റിയലി സോറി ഗൈസ്, റിയലി സോറി. ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക്, എൻ്റെ എന്തെങ്കിലും ക്ലാസ്സുകൾക്കിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ റിയലി സോറി. എന്തായാലും നിങ്ങൾ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നിങ്ങൾക്ക് +1 സെറ്റ് ആവട്ടെ. ഇനി +1 നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുക്കുകയാണെങ്കിൽ, ഹ്യൂമാനിറ്റീസിൽ ഹിസ്റ്ററി സ്ട്രീം എടുക്കുകയാണെങ്കിൽ എൻ്റെ ക്ലാസ്സുകൾ കാണാൻ പറ്റും. നിങ്ങൾ ഹ്യൂമാനിറ്റീസിൽ ഹിസ്റ്ററിക്ക് പകരം വേറെ ഏതെങ്കിലും സ്ട്രീം ആണെങ്കിൽ എൻ്റെ ക്ലാസ് കാണാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. എന്തായാലും പിന്നെ പറയാൻ വാക്കുകൾ ചില സമയത്ത് കിട്ടാത്തൊരവസ്ഥ വരില്ലേ. എന്തായാലും ഈ ഒരു കൊല്ലം നിങ്ങളുടെ പല പ്രശ്നങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലേ, ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ച് നിങ്ങളുടെ പല പ്രശ്നങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങളുടെ ടെൻഷനുകളും പ്രശ്നങ്ങളും തീർത്ത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും. ആസ് എ ടീച്ചർ സയൻസ് ആൻഡ് കൊമേഴ്സ് എടുക്കുന്നവർക്ക് +1 +2 പഠിപ്പിക്കാൻ ഞാൻ ഉണ്ടാവില്ല എന്നുള്ളൂ. പക്ഷേ ആസ് എ മെൻറ്റർ ലൈഫ് ലോങ് നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് ഉപദേശം വേണമെങ്കിലും എല്ലാം തരാൻ ഞാനുണ്ടാകും. സോ ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ് ഫ്രം യുവർ ലൈഫ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. സയൻസ് ആൻഡ് കൊമേഴ്സ് എടുക്കുന്ന കുട്ടികൾക്കിടയിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒന്ന് മാറി നിൽക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുക്കുകയാണ്, നിങ്ങൾ എജുപോർട്ടിൻ്റെ കൂടെ പഠിക്കുകയാണെങ്കിൽ +1 +2 എടുക്കാൻ ഞാനുണ്ടാകും. അപ്പോൾ SSLCയിൽ സോഷ്യൽ സയൻസ് ക്ലാസ് കേട്ട എല്ലാ മക്കൾക്കും എൻ്റെ റിയലി താങ്ക് യു. ആൻഡ് വാക്കുകൾ കിട്ടുന്നില്ലടാ. അപ്പോൾ എന്തായാലും നിങ്ങൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യാം. മക്കളെ താങ്ക് യു മക്കളെ, ബൈ. ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്തായാലും ലൈഫിലെല്ലാം നല്ലത് വരട്ടെ, നിങ്ങൾ അടിപൊളിയാവട്ടെ, +1 +2 സൂപ്പർ ആവട്ടെ. അതിനേക്കാൾ ഉപരി നിങ്ങളുടെ SSLC പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ആവട്ടെ, ഏറ്റവും സൂപ്പർ റിസൾട്ട് ആവട്ടെ, ഏറ്റവും അടിപൊളി റിസൾട്ട് ആവട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്, നോട്ട് ഫ്രോം യുവർ ലൈഫ്, ജസ്റ്റ് ഫ്രോം യുവർ എഡ്യൂക്കേഷൻ കരിയർ. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് +1 +2 ഹ്യൂമാനിറ്റീസ് കൂടെ ഞാൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ സയൻസ് ആൻഡ് കൊമേഴ്സ് എടുക്കാൻ എൻ്റെ ക്ലാസ് കിട്ടില്ല, എന്നാൽ നിങ്ങൾക്ക് എല്ലാം എൻ്റെ സപ്പോർട്ട് ഞാൻ ഉണ്ടാവും. മൈ മക്കളെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ലൈഫ് ലോങ് ഉപകാരപ്പെടുന്ന ഒരുപാട് എഡ്യൂക്കേഷൻ കണ്ടന്റ് നമ്മൾ എന്ത് ഈ ചാനലിലൂടെ തരും. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്, ബൈ.